നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. അത് കഴിയും പക്ഷം എല്ലാവരും ക്യാമറ ഓണാക്കണം. സ്തോത്രം. ഓവർ ടു യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ, എത്തിറ്റീസിയുടെ പിൻപിൽ അത്യുത്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം. എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളായി ധ്യാനിച്ചു കൊണ്ടുവരുന്ന വിഷയം ഉണർവിനെ ആധാരമാക്കിയാണ്. റിവൈവൽ എന്ന വിഷയത്തെ ആധാരമാക്കി. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ഉണർവിന്റെ ചില മുഖവുരകളൊക്കെ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണർവ് യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള വിഷയമാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ പോകുന്ന വിഷയം ഉണർവ് ആത്മീകമാണെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റും നമ്മൾ ഒത്തിരി ഉണർവുകൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉണർവുണ്ടായിരുന്നു, പുതിയ നിയമത്തിലും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇടയിൽ പല ഉണർവുകൾ ഉണ്ടാകുന്നു. പലരും ഉണർവല്ലാത്തതിനെ പോലെ ഉണർവെന്ന് വിശേഷിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം. ഉണർവ് ആത്മീകമാണെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. പല ആളുകളും ഉണർവിനെ ഒരു ബഹളമായിട്ടോ ചലനാത്മകരമായിട്ടുള്ള എന്തൊക്കെയോ കോലാഹലങ്ങളൊക്കെ ആയി തെറ്റിദ്ധരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ മലയാളികളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വാക്കാണ്, അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല, വലിയ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു വാക്കാണ്. ഒരു ദേവദാസൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് വന്ന് പ്രസംഗിച്ചു. നല്ല ഉപദേശമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. നല്ല ആസ്വാദനകരമായ വചനം പറഞ്ഞു. ഞാനാണ് അദ്ദേഹത്തെ അവിടേക്ക് അയച്ചത്. അവിടുത്തെ പാസ്റ്റർ തന്നെ എന്നോട് പറഞ്ഞു, നല്ല വചനമൊക്കെ ആയിരുന്നു, പക്ഷേ ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും ശാന്തമായിരുന്നു, കേൾക്കുകയായിരുന്നു, ഒരു ഉണർവില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് മലയാളികളുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ് ഉണർവ് എന്നുള്ളത്. അത് എന്തോ കുറച്ച് ബഹളങ്ങളോ ശബ്ദകോലാഹലങ്ങളോ ചലനാത്മകരമായ എന്തൊക്കെ വിഷയങ്ങളാണ് ഉണർവ് എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ആത്മീക ഉണർവ് പാട്ടിലും പ്രസംഗത്തിലും ഒക്കെ പ്രതിഫലിക്കാം. അതിനകത്ത് സംശയമൊന്നുമില്ല. ആത്മീക ഉണർവ് നമ്മുടെ പാട്ടുകൾക്കകത്തും പ്രസംഗത്തിനകത്തൊക്കെ പ്രതിഫലിക്കാം. പക്ഷെ ആത്മീക ഉണർവെന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന ഉണർവല്ല, അതാരെങ്കിലും സൃഷ്ടിക്കുന്ന ഉണർവല്ല. ഞാന് തമാശ രൂപത്തിൽ പറയാറുണ്ട്,
കേരളത്തിൽ ഇപ്പം ഉണർവുണ്ടാക്കാൻ ഏറ്റവും മിടുക്കിയായ ഒരു പാട്ടുകാരി റിമി ടോമിയാണെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അവര് സ്റ്റേജിൽ കയറിയ പിന്നെ ഭൂമി ഒലുകുന്ന പോലെ. ഈ കഴിഞ്ഞിടെ ഇവിടെ അഞ്ചലുള്ള ഒരു ചർച്ചിൽ അവരെ വിളിച്ച് പാട്ട് പഠിക്കുന്നത് കണ്ടു. പെന്തക്കോസ് ചർച്ച്, പെന്തക്കോസ് എന്ന് പറയുന്ന ചർച്ച്. അപ്പോൾ അവര് ഭയങ്കര അന്തരീക്ഷം ഉണ്ടാക്കുന്ന ആളാണ്. കാരണം വേദി കയ്യിലെടുക്കുമെന്നും ഓഡിയൻസിനെ കയ്യിലെടുക്കും എന്നൊക്കെ പറയും. അത് ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ സഭയ്ക്കകത്ത് ഓർഗണിന്റെ ശബ്ദമോ അല്ലെങ്കിൽ പാട്ട് പാടിയോ അല്ലെങ്കിൽ ഡ്രംസെറ്റുകൾ ഉപയോഗിച്ചോ ഒക്കെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒന്നല്ല ഉണർവ്. മിക്കവാറും ഇത് കേൾക്കുന്ന ആളുകൾ പലരും എനിക്ക് ശത്രുക്കളാവും. പക്ഷെ സൃഷ്ടിക്കപ്പെടുന്നതോ ഉണ്ടാക്കപ്പെടുന്ന ഒന്നല്ല ഉണർവ്. അതുകൊണ്ടാണ് നമ്മൾ ഉണർവെന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ, നമ്മൾ ഉണർവെന്ന് പറയുന്ന ചിലത് ആത്മീകമാണോ എന്ന് വിലയിരുത്തേണ്ട അത്യാവശ്യമുണ്ടെന്ന് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഏതൊരു ഉണർവും ആത്മീകമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തണം. കഴിഞ്ഞ ആഴ്ച അവസാനിക്കുമ്പോൾ ഞാനൊരു വാക്യം വായിച്ചിട്ടാണ് നിർത്തിയത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ധന്യനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം. ധന്യനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. ഇവിടെ കർത്താവിനെ സേവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ സേവിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്? ആത്മാവിൽ എരിവുള്ളവരായി വേണം സേവിപ്പാൻ. അവിടെ ആത്മാവിൽ എരിവ് എന്നുള്ളത് വേറിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ്, ആത്മാവിലുള്ള എരിവ്. അപ്പോൾ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ ആത്മാവിൽ അല്ലാത്ത എരിവ് ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ കർത്താവിനെ സേവിക്കുന്നവർ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അപ്പോൾ ആത്മാവിൽ എരിവുള്ളവരാകുക എന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ വേറിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് ആത്മാവിൽ അല്ലാത്ത എരിവ് നിലവിലുണ്ട്. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയും എന്തൊരു എരിവാന്നറിയാമോ? പക്ഷെ ആ എരിവ് ആത്മാവിലുള്ളതാണോ ജഡത്തിലുള്ളതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് ഈ ആത്മാവിന്റെ എരിവെന്നുള്ള വിഷയം ഒന്ന് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം.
2 ശമൂവേലിന്റെ പുസ്തകം 21 അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യം. അവിടെ ഈ 14 വാക്യം വായിക്കുന്നത് ഇപ്പം പ്രായോഗികമല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ 2-ാം വാക്യം ശ്രദ്ധിക്കാം. 21-2 നമുക്ക് നോക്കാം. ആ 2-ാം വാക്യത്തിന്റെ ഏറ്റവും അവസാനത്തെ സെന്റൻസ്, എങ്കിലും ശൗൽ ഇസ്രായേലിയർക്കും യഹൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു. ഇവിടെ ശൗലിന്റെ എരിവിനെ കുറിച്ചാണ് പറയുന്നത്. തനിക്കുണ്ടായ എരിവിൽ, ശൗലിന്റെ എരിവിൽ താൻ ചെയ്തൊരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു ചരിത്ര സംഭവമാണ്. ഈ 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇസ്രായേലിന്റെ പ്രഥമ രാജാവായ ശൗല് എരിവോടുകൂടെ ചെയ്തൊരു കാര്യമാണ്. ഇത് ഈ ശൗൽ എരിവോടുകൂടെ ചെയ്തത് തനിക്ക് വേണ്ടി ചെയ്തതല്ല. അവിടെ എഴുതിയിട്ടുണ്ട് ഇസ്രായേലിയർക്കും യഹൂദ്യർക്കും വേണ്ടി. അപ്പൊ തന്റെ കുടുംബത്തിന് വേണ്ടിയോ തനിക്ക് വേണ്ടിയോ ഒന്നും, തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തതൊന്നും അല്ല. പിന്നെ ശൗൽ ഇത് ചെയ്തത് ഇസ്രായേലിയർക്കും യഹൂദ്യർക്കും വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ തന്റെ എരിവിൽ നിന്നുകൊണ്ട് ഗിബയോന്യരായ ചില ആളുകളെ സംഹരിച്ച് കളയാൻ ശൗൽ ശ്രമിച്ചു. അവനത് ചെയ്തു. അതാണ് ശൗലിന്റെ എരിവിൽ താൻ ഇസ്രായേലിയർക്കും യഹൂദർക്കും വേണ്ടി ശൗൽ ചെയ്തു. ഒരു കാര്യം എനിക്കിവിടുന്ന് മനസ്സിലായി. ശൗൽ ഇത് ചെയ്തത് ദൈവജനത്തിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ശൗൽ ഇത് ചെയ്തത് കൊണ്ട്, ശൗൽ തന്റെ എരിവിൽ ചെയ്ത ഈ കാര്യം നിമിത്തം ശൗലിന്റെ തലമുറകൾ പിൽക്കാലത്ത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പ്രിയരെ, നാം എരിവിൽ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമ്മുടെ തലമുറകൾ പിൽക്കാലത്ത് കടുത്ത വില കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ എരിവ് ആത്മാവിൽ നിന്ന് തന്നെയാണോ എന്ന് പുനഃപരിശോധന നടത്തണം. സ്തോത്രം. എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ നീതിക്ക് ശൗലിന്റെ ആ എരിവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നീ എരിവോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ദൈവം തന്റെ നീതിയിൽ നോക്കുമ്പോൾ ദൈവത്തിന്റെ നീതിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായി തീരരുത്. അതിന്റെ കാര്യം, പണ്ട് വർഷങ്ങൾക്ക് പുറകിൽ യോശുവയുടെ നേതൃത്വത്തിൽ യോശുവ ഗിബയോന്യരുമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നു. ഗിബയോന്യർ ഇങ്ങോട്ടോ ഇവിടുന്ന് ഇസ്രായേൽ അങ്ങോട്ടോ ചെന്ന് അവരെ ഉപദ്രവിക്കുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യത്തില്ല എന്നൊരു ഉടമ്പടി അന്ന് യോശുവയുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശൗല് ഇസ്രായേലിന്റെ പ്രഥമ രാജാവായി വരുമ്പോൾ
ശൗല് ഗിബയോനിലെ കയറി സംഹരിച്ചു. ശൗല് ഗിബയോന്യരോട് പെരുമാറിയ പെരുമാറ്റം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. യോശുവ ചെയ്ത ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് ശൗല് തന്റെ എരിവിൽ ദൈവജനത്തിന്റെ ഗുണത്തിന് വേണ്ടി ചെയ്ത ആ പെരുമാറ്റം ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ശൗലിന്റെ തലമുറകൾക്ക് വേണ്ടി, ശൗലിന്റെ തലമുറകളോട് ദൈവം കടുത്ത ഭാഷയിൽ ഇടപെട്ടു. എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള എരിവിന് പകരം ജഡത്തിലുള്ള എരിവാണ് അന്ന് ശൗലിൽ നിന്ന് പുറത്തു വന്നത്. ആ ജഡത്തിലുള്ള എരിവിനെ ദൈവം ആദരിച്ചില്ല, ദൈവം ഉൾക്കൊള്ളില്ല. ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ ചില എരിവുകൾ ഞാൻ കർത്താവിന് വേണ്ടിയല്ലേ ചെയ്തത്, സഭയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തത് ഒന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ എരിവുകൾ ജഡത്തിൽ നിന്നാണെങ്കിൽ, അത് ആത്മാവിന് അധിഷ്ഠിതമല്ലാത്ത എരിവാണെങ്കിൽ ദൈവം അത് ആദരിക്കത്തില്ല, ദൈവം അതിനെ ഉൾക്കൊള്ളുകയില്ല, ദൈവത്തിന്റെ നീതി അതിനെ തള്ളിക്കളയും. എന്റെ ഒരു ചിന്തയാണ്, ശൗല് ഗിബയോനിലെ കയറി ഇങ്ങനെ സംഹരിച്ചത് കണ്ടിട്ട് ഒരിക്കലും ഇസ്രായേൽ മക്കൾ ശൗലിനെ കുറ്റപ്പെടുത്താൻ സാധ്യതയില്ല. കാരണം ശൗല് ചെയ്തതിനകത്ത് ഒരു ആത്മീക പരിവേഷം ഉണ്ടായിരുന്നു. ശൗലിന്റെ ആ എരിവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ദൈവം അത് തള്ളിക്കളഞ്ഞു. നമ്മുടെ ആളുകൾ പലരും ആത്മീക പരിവേഷമുള്ള പലതിനെയും കാണുമ്പോൾ അതിനെ ബലേഫേഷ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല ഉണർവുകളും ആത്മീക പരിവേഷത്തിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഉണർവുകളാണ്. അതിനെ കണ്ടിട്ടാണ് നമ്മള് ഗ്രേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആത്മാവ് പറയുന്ന ഒരു വെളിപ്പാട്, നിന്റെ ചുറ്റും നീ കാണുന്ന ചില എരിവുകൾ ആത്മാവിലുള്ള എരിവോ ജഡത്തിലുള്ള എരിവോ എന്ന് നീ പരിശോധിക്കുക. അല്ലെങ്കിൽ ജനത്തിന് ഇഷ്ടപ്പെടും. കാരണം ഇസ്രായേൽ ഒരിക്കലും ശൗലിനെ കുറ്റപ്പെടുത്തില്ല, കാരണം ഇത് ജനത്തിന് വേണ്ടിയാണ് അവൻ ചെയ്തത്. നിന്റെ ചുറ്റും നിന്ന് ഏല പറയാൻ ആളുകൾ കാണും, നീ ചെയ്തതിനെ അത് പുകഴ്ത്താൻ ആളുകൾ കാണും. പക്ഷേ നിന്റെ എരിവ് ആത്മാവിലല്ല ജഡത്തിലാണെന്ന് വിവേചിച്ചറിയുന്ന സർവശക്തനായ ദൈവം നീ ചെയ്തത് എത്ര വിലയുള്ളതാണെങ്കിലും അതിനെ തള്ളിക്കളയും, അതിനെ ഉൾക്കൊള്ളത്തില്ല. ആകയാൽ ഓരോ ദിവസവും പരിശോധിക്കുക, നമ്മിൽ നിന്ന് പുറപ്പെടുന്ന എരിവുകൾ ആത്മീകമാണോ എന്ന് പരിശോധിക്കുക. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സഭാസംബന്ധമായി നമ്മൾ ചിന്തിച്ചാൽ പോലും സഭകൾക്കകത്ത് ആത്മീകമായ നിർജീവത്വം, ജീർണതകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഞാന് പല സഭകളിലും പോയി വിസിറ്റിംഗ് പാസ്റ്ററായിട്ട് പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടു പോകുന്ന ആളായതുകൊണ്ട് അറിയാം, നല്ല ശതമാനം സഭകളിലും ആത്മീക ജീർണതയും നിർജീവത്വവും കൊണ്ട് നിറയുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സർദീസ് എന്ന് പറയുന്ന ഒരു മോഡൽ ചർച്ചിനെ നമുക്ക് കാണാം. 7 ചർച്ചുകളുണ്ട്, അതിൽ ഒരു സഭയാണ് സർദീസ്. ആ സഭയോട് കർത്താവ് പറയുന്ന സന്ദേശം വെളിപ്പാട് പുസ്തകം 3-1 പറയുന്നു, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകും. കണ്ടാൽ ജീവനുള്ളതാണെന്ന് തോന്നും,
സഭായോഗവും കോട്ടേജ് മീറ്റിങ്ങും വെള്ളിയാഴ്ച പ്രാർത്ഥനയൊക്കെ കണ്ടാൽ ജീവനുള്ള പോലെ തോന്നും. ആ മാതിരിയല്ലേ ഓർഗന്റെ റിതവിട്ടടിക്കുന്നതും പാട്ടുമൊക്കെ. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ കർത്താവ് നോക്കിയപ്പോൾ മരിച്ച സഭയാണ്, ഡെഡ് ചർച്ച്, ചത്ത സഭയാണ്. പല ആളുകൾക്കും തിയറിക്കകത്ത് ജീവനുള്ളത് പോലൊക്കെ തോന്നും. പ്രാക്ടിക്കലി സഭ ചത്തതാണ്, നിർജീവത്വമാണ്. ഇനി അത് മാത്രമല്ല, രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവര് വീണ്ടും ഒരു പരാമർശം അവരോട് പറയുന്നുണ്ട്, ചാവാറായ ശേഷിപ്പുകളെ. അപ്പോൾ ജീവനുള്ളവനെന്ന് പേരുണ്ടെന്ന് പറഞ്ഞാൽ അത്ര വലിയ ജീവനൊന്നുമില്ല. വെന്റിലേറ്റർ പേഷ്യൻസാ കൂടുതലും, എന്ന് പറഞ്ഞാൽ ചാവാറായി കിടക്കുക. സഭയുടെ അവസ്ഥയാ. ഞരക്കവും മൂളിച്ചൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ ചത്ത സഭയും ഈ ചാവാറായ ശേഷിപ്പുകളുള്ള ഈ സഭയും ചില പ്രവർത്തികളൊക്കെ കർത്താവിന് വേണ്ടി ചെയ്ത സഭയാ. ഒട്ടും പ്രവർത്തിക്കാത്ത സഭയൊന്നുമല്ല. 3 പ്രധാനപ്പെട്ട പ്രവർത്തികൾ അവർ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നിന്റെ പ്രവൃത്തി ഉണ്ടോ. ഇവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാ, അത്ര മോശക്കാരനൊന്നല്ല, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ല. 3 പ്രവർത്തികൾ ഇവർ കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കർത്താവ് ഈ സഭ ചെയ്ത പ്രവൃത്തിയൊക്കെ കർത്താവ് അറിയുന്നുമുണ്ട്. അപ്പം ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുന്ന ഒരു സഭയല്ല ഈ ചത്തത്. 3 പ്രവൃത്തികൾ ചെയ്യുന്ന സഭയാണ് ഇവര്. എന്നിട്ടും ആ സഭ തിയറിയിൽ ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഡെഡ് ചർച്ചാണ്. അവ ഒന്നും ചെയ്യാതിരിക്കുന്ന നമ്മുടെ സഭകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒരു കാര്യം വ്യക്തമാണ്, നിന്റെ സഭ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും വിലയിരുത്തൽ നടത്തുന്നത് സഭാ കമ്മിറ്റിയോ സെൻട്രൽ കമ്മിറ്റിയോ സെൻട്രൽ പാസ്റ്ററോ IPCയോ ചർച്ചക്കോടോ ഇവരുടെ ഒന്നും കേന്ദ്രമല്ല. നിന്റെ സഭയുടെ സകല പ്രവൃത്തിയുടെയും വിലയിരുത്തൽ നടത്തുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, എല്ലാ ആളുകളും ശ്രദ്ധിച്ചു വായിക്കേണ്ട പദമാണ്. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. കണ്ടോ, വിലയിരുത്തൽ നടത്തുന്നത് സ്വർഗമാണ്. അയ്യോ, ഞങ്ങളുടെ സഭയിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഞങ്ങൾ ക്രൂസൈഡ് വെച്ചു, പരസ്യവും നടത്തി. കർത്താവ് പറയുന്നു, നീ ചെയ്ത പല പ്രവർത്തികളും പൂർണ്ണതയുള്ളതായി കണ്ടില്ല. വിലയിരുത്തൽ നടത്തുന്നത്, ജഡ്ജ്മെന്റ് നടത്തുന്നത് കർത്താവാണ്. ഞാൻ കൂടുതൽ ആ ഭാഗങ്ങളെ കുറിച്ച് പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ഒരു സഭയുടെ വേല, ഒരു സഭയുടെ അധ്വാനം, ഒരു സഭയുടെ പ്രവൃത്തി കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണത ഉള്ളതായി കാണാതെ പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയരെ, ഒരു കാര്യം പറയാം, നമ്മുടെ സകല പ്രവർത്തികളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരിക്കൽ വെളിപ്പെടും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം
എനിക്ക് തോന്നുന്നു 10-ാം വാക്യത്തിലാണെന്ന് പൗലോസ് അത് വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. അവിടെ പൗലോസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവിടെ വെളിപ്പെടുന്നത് എന്താണെന്നറിയാമോ? നല്ലതും തീയതുമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും വെളിപ്പെടും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അപ്പോൾ നല്ല പ്രവൃത്തിയും വെളിപ്പെടും, തീയതായ പ്രവൃത്തിയും വെളിപ്പെടും. അവിടെ വെളിപ്പെട്ടു വരും. അവിടെ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരുത്താൻ ഒരു അവസരമില്ല, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ഇല്ല തിരുത്താൻ. എന്നാൽ സഭയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രവൃത്തി, ഇന്ന് നിങ്ങളുടെ അധ്വാനം, ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിനെ ഇന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തിരുത്താനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിന്നെ യാതൊരു ചോയ്സുമില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയാം. അധ്വാനത്തിലുള്ള സജീവത്വമാണ് ഉണർവ് എന്ന് കരുതരുത്. അധ്വാനത്തിലുള്ള സജീവത്വമാണ് ആത്മീക ഉണർവെന്ന് കരുതരുത് എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര ക്രൂസൈഡുകളാണ് നടക്കുന്നത്. എല്ലാ മാസവും 3 ഉപവാസമാണ്. പരസ്യയോഗം എല്ലാ ബുധനാഴ്ചയുണ്ട്. ഒരു സഭ അധ്വാനത്തിനകത്ത് സജീവത്വം പുലർത്തുന്നു എന്ന് കരുതി അതാണ് സഭയുടെ ഉണർവ് എന്ന് കരുതരുത്. അത് ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള വാക്യം ഞാൻ ഓർക്കുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഉത്സാഹത്തോടെയും ശുഷ്കാന്തിയോടെയും നാം ചെയ്യുന്ന പല കാര്യങ്ങളിലും ദൈവത്തിന്റെ വിലയിരുത്തലുകളിൽ യാതൊരു പ്രയോജനമില്ലാത്തതായി മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ അധ്വാനങ്ങൾ ആത്മീകമായിരിക്കുന്നുവോ എന്നുള്ളതാണ് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമായി വെളിപ്പെടുന്നത്. സഭയുടെ ശക്തി പ്രകടനത്തിന് വേണ്ടിയോ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയോ അല്ല. പകരം നിങ്ങളുടെ അധ്വാനങ്ങൾ ആത്മീകമാണോ എന്നുള്ളതിനകത്താണ് ദൈവത്തിന്റെ വിലയിരുത്തലുകളിൽ ചിലത് സ്വീകാര്യമാകുന്നതും ചിലത് തള്ളപ്പെടുന്നതും. സർദീസ് സഭയോട് കർത്താവ് പറയുകയാണ്, മടങ്ങി വരാൻ, മാനസാന്തരത്തിൽ. എന്താ പറഞ്ഞത് സർദീസ് സഭയോട്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. പണ്ടപ്പോ സഭ ഇങ്ങനല്ലായിരുന്നു. പണ്ട് ഇവര് പ്രാപിച്ചതും ഇവർ കേട്ടതുമായിട്ടുള്ള പഥ്യവചനം ഉണ്ടായിരുന്നു. അത് ഓർക്കുകയും അത് കാക്കുകയും ചെയ്തുകൊണ്ട് മാനസാന്തരപ്പെടാനാണ് പറയുന്നത്. പണ്ട് നന്നായി വചനം പ്രാപിച്ച സഭയാണിത്. പണ്ട് നന്നായി വചനം കേൾക്കുകയും ചെയ്യുകയും ചെയ്ത സഭയാണിത്. ആ വചനത്തെ കാത്തുകൊണ്ട് മാനസാന്തരപ്പെടുവാനാണ് കർത്താവ് പറയുന്നത്. ഇതാണ് ഉണർവെന്ന് പറയുന്നത്. പണ്ട് നീ പ്രാപിച്ച വചനത്തെ നീ കാക്കുകയും പണ്ട് നീ പ്രാപിച്ച വചനത്തെ ചെയ്യുകയും പണ്ട് നീ പ്രാപിച്ച വചനത്തെ കേൾക്കുകയും ചെയ്തുകൊണ്ട് അനുദിന ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന്റെ പേരാണ് ഉണർവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ പറയാം. വചനം തെറ്റിച്ചുള്ള ആൾക്കൂട്ടങ്ങളല്ല ഉണർവ്. വചനം കാക്കുന്ന ചെറിയ കൂട്ടങ്ങളിലാണ്
ഉണർവ് വെളിപ്പെടുന്നത് ദൈവം പ്രസാദിക്കുന്നത്. വചനം തെറ്റിച്ചുകൊണ്ടുള്ള ആൾക്കൂട്ടങ്ങളിലല്ല ദൈവത്തിന്റെ പ്രസാദം. വചനം കാക്കുന്ന ചെറിയ കൂട്ടങ്ങളിലാണ് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് വചനത്തിങ്കിലേക്ക് മടങ്ങി വരാം. 3-ാം അധ്യായത്തിൽ തന്നെ ഫിലദൽഫിയ സഭയോട് ദൂത് പറയുമ്പോൾ 8-ാം വാക്യത്തിൽ ആ സഭയുടെ ക്വാളിറ്റി പറയുന്നു. അല്പമേ ശക്തിയുള്ളൂ ആ സഭയ്ക്ക്, പക്ഷെ അവരുടെ ക്വാളിറ്റി, അവർ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആ സഭയ്ക്ക് വേണ്ടി കർത്താവ് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ തുറക്കാൻ കാര്യം, സുവിശേഷത്തിന്റെ വാതിൽ ആ സഭയ്ക്ക് വേണ്ടി തുറക്കാൻ കാര്യം. ആ സഭ ചെറിയ സഭയാ, വലിയ ശക്തിയൊന്നുമില്ല, പക്ഷേ അവര് വചനം കാത്തു, നാമത്തെ നിഷേധിച്ചതുമില്ല. വചനം കാക്കുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വചനം കാക്കുന്ന ഒരു ജനറേഷനാണ് ദൈവത്തിന്റെ സ്വപ്നം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഈ ഉണർവ് എന്ന വിഷയത്തിൽ വ്യാപകമായ തെറ്റിദ്ധാരണകൾ പല കൂട്ടായ്മകളുടെ ഇടയിലും വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ആത്മീക ഉണർവ് പരിശുദ്ധാത്മ ശക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരിക്കണം. ശക്തി എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം, ആത്മീക ഉണർവിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, നാം ചെയ്യുന്ന അധ്വാനങ്ങളാകട്ടെ, അതെല്ലാം ആത്മാവിന്റെ നിയന്ത്രണത്തിനകത്തും ആത്മശക്തിക്കകത്തുമായിരിക്കണം. അപ്പോൾ ആത്മീക ഉണർവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രയത്നം, നമ്മുടെ അധ്വാനം, നാം ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം ആത്മാവിന്റെ നിയന്ത്രണത്തിലും ആത്മാവിന്റെ ശക്തിക്കും അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. കുറേയേറെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്ത സഭയായിരുന്നു കൊരിന്ത്യ സഭ. പക്ഷെ ആ സഭയ്ക്കകത്ത് ഒത്തിരി ജഡീകന്മാരുണ്ടായിരുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കം ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നു. ഒരാൾ ജഡീകനാണോന്നറിയാൻ ഇത് മാത്രം നോക്കിയാൽ മതി. ഈർഷ്യയും പിണക്കവും ഒരാൾ സ്ഥിരമായി നിലനിൽക്കുന്നെങ്കിൽ എത്ര വലിയ അന്യഭാഷ പറഞ്ഞാലും ആള് ജഡീകനാണ്. പക്ഷെ പൗലോസ് അവരോട് പറയുക, നിങ്ങൾ ഈർഷ്യയും പിണക്കവും ഒക്കെ വെച്ചോണ്ട് ജഡീകന്മാരെ പോലെ ജീവിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് അവർക്ക് കനത്ത താക്കീതിലൂടെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. അത് എല്ലാ ദൈവമക്കളും ഒന്ന് ഓർത്തിരുന്ന നന്നായിരിക്കും. ഇവിടെ ഈർഷ്യവും പിണക്കവും കളിച്ച് ജഡീകനെ പോലെ ജീവിക്കുമ്പോൾ നീ ഓർക്കുക, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ ഈ അറിവുകേടുകളാണ് നിങ്ങളിൽ പലരും ഈർഷ്യവും പിണക്കവുമായി മുന്നോട്ട് പോകുന്നത്, ജഡീകനെ പോലെ മുന്നോട്ട് പോകുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ആത്മാവ് നിറഞ്ഞവരാകുവീൻ, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരാകുവിൻ. എന്താ അതിന്റെ അർത്ഥം? എല്ലാ വിശ്വാസികളും ബാധ്യതപ്പെട്ടവരാണ് ആത്മനിറവിൽ ജീവിക്കുക. എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ് ആത്മനിറവിൽ ജീവിതം നയിക്കുക എന്നുള്ളത്.
പ്രിയരെ, ആത്മാവിന്റെ ഉണർവും ആത്മാവിന്റെ നിറവും തമ്മിൽ വലിയ ബന്ധമാണ് തിരുവഴുത്തിൽ കാണുന്നത്. ആത്മാവിന്റെ നിറവിൽ നിൽക്കുന്നവന് മാത്രമേ ആത്മീക ഉണർവിൽ ഭാഗവാക്കാകാൻ കഴിയൂ. ആത്മാവിന്റെ നിറവിൽ നിൽക്കുന്നവനും ആത്മനിറവിൽ ജീവിക്കുന്നവനും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവനെ മാത്രമേ ആത്മീക ഉണർവിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയൂ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, നമ്മുടെ ചുറ്റും നടക്കുന്ന ഉണർവുകൾ, നമ്മിൽ നടക്കുന്ന ഉണർവ്, നമ്മുടെ സഭയിൽ നടക്കുന്ന ഉണർവ് ആത്മീകമാണോ എന്ന് പരിശോധിക്കുക എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിക്കും. അതിനുവേണ്ടി നമ്മൾ ഒന്നുകൂടെ അലേർട്ടാകാൻ, ജാഗ്രത പുലർത്താൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രിയ പിതാവേ, നസ്രയനായ യേശുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിൽ പരമാർത്ഥ മനസാക്ഷിയെ തട്ടി ഉണർത്തി ഉണർവിന് വേണ്ടി വചനം കാക്കുന്നൊരു തലമുറയാകാൻ അങ്ങ് ഞങ്ങളെ സജീവമായി ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്ന HTCയെയും അതിന്റെ പിന്നിൽ അധ്വാനം ചെയ്യുന്ന കർത്താവിന്റെ ദാസനെയും തന്റെ സഹധർമ്മിണിയും കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അമേരിക്കയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സൂമിൽ പങ്കെടുക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ഇവരെ എല്ലാം ഒരു ഉണർവിന്റെ ഭാഗവാക്കാക്കുവാൻ പ്രാർത്ഥിക്കും. മഹത്വം കർത്താവ് എടുക്കും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു പാസ്റ്റർ. ആശീർവാദങ്ങൾ പറയാമോ? പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നും അതേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയനിലിക്ക് കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണം.